ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ. ഇന്ന് വായിക്കാൻ പോകുന്ന ഭാഗം സൃഷ്ടി. അഗ്നിച്ചിറകിൻ്റെ 6ാം ഭാഗമാണ്. അപ്പോൾ 2 ഭാഗമായിട്ടാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്ന പാർട്ട് 6ൽ 1. ഭാവിയിൽ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV നിർമ്മിക്കുക എന്ന ആശയവും ഇതിനോടകം രൂപം കൊണ്ടിരുന്നു. തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്താൽ ഉണ്ടാക്കാവുന്ന സാമ്പത്തികവും സാമൂഹികവും മെച്ചങ്ങളെക്കുറിച്ച് തികച്ചും ബോധവാനായിരുന്നു സാരാഭായ്. ആകയാൽ 1969 അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. കൃത്രിമ ഉപഗ്രഹ നിർമ്മാണ വിക്ഷേപണ രംഗങ്ങളിൽ സ്വാശ്രയത്വം കൈവരിക്കാനുള്ള യജ്ഞം പൂർണ്ണ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, വൻ റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടെത്തുന്നതിനായി ഇന്ത്യയുടെ പൂർവ്വ തീരങ്ങളിൽ നടത്തിയ ഒരു വ്യോമ നിരീക്ഷണത്തിന് വ്യക്തിപരമായി തന്നെ അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്തു. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുള്ള ഭൂമിയുടെ ഭ്രമണത്തെ പൂർണ്ണമായും അനുഗുണമാക്കി മാറ്റാൻ പ്രൊഫസർ സാരാഭായി പൂർവ്വ തീരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അങ്ങനെ ചെന്നൈ നഗരത്തിൽ നിന്ന് 100 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട ദ്വീപ് അദ്ദേഹം കണ്ടെത്തി. ഷാർ SHAR റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പിറവി അങ്ങനെയായിരുന്നു. തീരത്തോട് ചേർന്ന് ചന്ദ്രക്കലയുടെ രൂപത്തിൽ കിടന്നിരുന്ന ആ ദ്വീപിന് 8 കിലോമീറ്ററാണ് പരമാവധി വീതി. വിസ്തൃതി കണക്കാക്കിയാൽ ചെന്നൈ നഗരത്തോളം വലുതാണ്. ദ്വീപിൻ്റെ പടിഞ്ഞാറേ അതിരിലായി ബക്കിംഗ്ഹാം തോടും പുലിക്കട്ട് തടാകവും സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾ 1968 ഇന്ത്യൻ റോക്കറ്റ് സൊസൈറ്റിക്ക് രൂപം നൽകി. താമസിയാതെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി INSAയുടെ കീഴിൽ ഒരു ഉപദേശക സമിതിയായി ഇൻഗോസ്പാർ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. യഥാർത്ഥ ബഹിരാകാശ ഗവേഷണങ്ങൾക്കായി അണുശക്തി വകുപ്പിൻ്റെ DAE കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ISRO രൂപവൽകൃതമായി. ഇതേ സമയം പ്രൊഫസർ സാരാഭായ് തൻ്റെ ഇന്ത്യൻ SLV എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുത്തിരുന്നു. അതിലെ ഒരു പ്രോജക്റ്റ് ലീഡർ സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. മാത്രമല്ല, SLVയുടെ 4ാം ഘട്ട രൂപകൽപ്പന ചെയ്യാനുള്ള അധിക ചുമതലയും അദ്ദേഹം എനിക്ക് നൽകി. ഡോക്ടർ VR ഗോവാരിക്കർ, MR കുറുപ്പ്, AE മുത്തുനായകം എന്നിവർക്ക് മറ്റ് 3 ഘട്ടങ്ങളുടെയും രൂപകൽപ്പനയുടെ ചുമതല നൽകി. മഹത്തായ ഈ ദൗത്യത്തിനായി ഞങ്ങൾ കുറച്ചുപേരെ തിരഞ്ഞെടുക്കാൻ പ്രൊഫസർ സാരാഭായിയെ പ്രേരിപ്പിച്ച എന്തായിരിക്കാം? ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരെന്ന പശ്ചാത്തലമാകാം ഒന്ന്. സംയുക്ത ഇന്ധനങ്ങളുടെ കാര്യത്തിൽ ഡോക്ടർ ഗോവരിക്കർ ശ്രദ്ധേയമായ പ്രവർത്തനം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. MR കുറുപ്പാകട്ടെ ഇന്ധനങ്ങൾ, കുതിപ്പ്, ജ്വലന വിദ്യകൾ എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്താനായി മികവാർന്നൊരു പരീക്ഷണശാല സ്ഥാപിച്ച വ്യക്തിയാണ്. മുത്തുനായകമാണെങ്കിൽ ഉന്നതോർജ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ കഴിവ് തെളിയിച്ച വ്യക്തിയും. വിവിധ സങ്കേതങ്ങൾ സമന്വയിക്കുന്ന 4ാം ഘട്ടത്തിന് തികച്ചും നവീനമായ നിരവധി നിർമ്മാണ വിദ്യകൾ ആവിഷ്കരിക്കേണ്ടിയിരുന്ന സംയുക്ത ഘടനയാകാനാകണം എന്നെയും സംഘത്തിലേക്ക് കൊണ്ടുവന്നത്. ഉചിതമായ ഏകദേശ സാദൃശ്യം, സംഭ്രമരഹിതമായ പിന്തുണ എന്നീ 2 പാറകളിന്മേൽ ഞാൻ എൻ്റെ 4ാം ഘട്ടത്തിൻ്റെ അസ്ഥിവാരമിട്ടു. എന്ത് കാര്യത്തിലായാലും പരിപൂർണത പ്രാപിക്കുന്നതിൻ്റെ വില കനത്തതാണെന്ന് അറിയാമായിരുന്നതിനാൽ അറിവ് നേടലിൻ്റെ ഭാഗമായി തെറ്റുകൾ സംഭവിക്കുന്നത് അനുവദിച്ചിരുന്നു. പരിപൂർണതയേക്കാൾ അല്പം ധീരതയും സ്ഥൈര്യവുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ സംഘാംഗങ്ങൾക്ക് ഓരോ ചുവടുവയ്പ്പിലും ഉണ്ടാകുന്ന വിജയമായാലും പരാജയമായാലും അവയെ തികഞ്ഞ ജാഗ്രതയോടെ നിരീക്ഷിച്ച് അറിവ് നേടുന്നതിന് ഞാൻ എപ്പോഴും പിന്തുണ നൽകി. എൻ്റെ സംഘത്തിൽ ഓരോ ചെറിയ ഘട്ടത്തിലും ഓരോ പുരോഗതിയും അംഗീകരിക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. 4ാം ഘട്ടത്തെക്കുറിച്ച് സഹപ്രവർത്തകർക്ക് ആവശ്യമായ എല്ലാ വിവരവും ശേഖരിക്കാൻ ഞാൻ വഴി തുറന്നു കൊടുത്തിരുന്നെങ്കിലും പിന്തുണയുടെ സ്രോതസ്സും സഹായകനുമായി എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനാവുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സമയ വിനിയോഗ രീതിയിൽ എന്തെങ്കിലും പിശകുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ഈ ഘട്ടത്തിൽ പ്രശ്നം ശരിയായ വിധത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിവുള്ള ഒരു ഫ്രഞ്ച് സന്ദർശകനെ ഒരു ദിവസം പ്രൊഫസർ സാരാഭായി കൊണ്ടുവന്നു. ഫ്രാൻസിൽ ഞങ്ങളുടേതിന് സമാനമായ സ്ഥാപനമായ സെൻട്രേ നാഷണാലെ ദ എറ്റുദസ് സ്പെഷ്യാലിസിൻ്റെ CNES അധ്യക്ഷനായ പ്രൊഫസർ കുരിയായിരുന്നു ആ വ്യക്തി. അക്കാലത്ത് അവർ ഡയമണ്ട് എന്ന പേരിലുള്ള വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തികഞ്ഞൊരു വിദഗ്ധനായിരുന്നു പ്രൊഫസർ കുര്യൻ.
പ്രൊഫസർ സാരാഭായിയും പ്രൊഫസർ കുര്യനും ചേർന്ന് എന്നെ ഒരു ലക്ഷ്യനിർണയത്തിന് സഹായിച്ചു. അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യവേ ഭാവിയിൽ ഉണ്ടായേക്കുന്ന പരാജയ സാധ്യതകളെപ്പറ്റിയും അന്ന് മുതൽ സൂചന നൽകി. പ്രൊഫസർ കുര്യൻ്റെ തികച്ചും രചനാത്മകമായ ഉപദേശങ്ങളിലൂടെ ഞാൻ എൻ്റെ 4-ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ബോധവാനായിക്കൊണ്ടിരിക്കവേ പ്രൊഫസർ സാരാഭായിയുടെ ഇടപെടൽ ഡയമണ്ട് പ്രോഗ്രാമിലെ തൻ്റെ പുരോഗതിയെക്കുറിച്ച് വീണ്ടും വീണ്ടും വിശദീകരിക്കാൻ കുര്യനെ പ്രേരിപ്പിച്ചു. കാര്യമായ വെല്ലുവിളികളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ ജോലികളിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കിയിട്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുന്ന അവസരങ്ങൾ കൂടുതലായി കൊടുക്കണമെന്ന് പ്രൊഫസർ സാരാഭായിയെ പ്രൊഫസർ കുര്യൻ ഉപദേശിക്കുകയുണ്ടായി. തൻ്റെ ഡയമണ്ടിൻ്റെ 4-ാം ഘട്ടം ഇവിടെ നിർമ്മിക്കാമോ എന്ന് ആരായുവാൻ തക്കവിധം ഞങ്ങളുടെ തികച്ചും നന്നായി ആസൂത്രണം ചെയ്ത പരിശ്രമം അദ്ദേഹത്തിന് അത്യന്തം ഇഷ്ടപ്പെട്ടു. അത് കേട്ട പ്രൊഫസർ സാരാഭായിയുടെ ചുണ്ടുകളിൽ അഭിമാനത്തിൻ്റെതായ ഒരു നിഗൂഢ മന്ദസ്മിതം മിന്നിമറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. യഥാർത്ഥത്തിൽ SLVയുടെ ഡയമണ്ടിൻ്റെയും വ്യോമഘടനകൾ പരസ്പരം യോജിക്കാത്തവയായിരുന്നു. ഇരു വാഹനങ്ങളുടെയും വ്യാസങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നതിനാൽ ഒരു പരസ്പര ബന്ധം വരുത്താൻ കുറേ മൗലികമായ നവീനതകൾ ആവിഷ്കരിക്കേണ്ടതുണ്ടായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ വിസ്മയിച്ചു. ആകയാൽ പ്രശ്നപരിഹാരത്തിനായി എൻ്റെ തന്നെ സഹപ്രവർത്തകരിലേക്ക് തിരിയാൻ ഞാൻ തീരുമാനിച്ചു. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരന്തര പരീക്ഷണത്തിനായുള്ള ത്വര പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും നിരീക്ഷിക്കുമായിരുന്നു. അല്പമെങ്കിലും കഴിവ് കാണിക്കുന്ന ആരോടും സംസാരിക്കുകയും അവരെ ശ്രവിക്കുകയും ചെയ്യാൻ ഞാൻ തുടങ്ങി. ഇതിനെ ഒരുതരം നിഷ്കളങ്കതയായി എടുത്തു കാട്ടിക്കൊണ്ട് ചില സുഹൃത്തുക്കൾ എനിക്ക് മുന്നറിയിപ്പ് നൽകുകയും കൂടി ചെയ്തു. 5-10 ദിവസങ്ങൾക്കുള്ളിൽ ശരിയായ തുടർ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സ്വന്തം കൈപ്പിടയിൽ എഴുതി സാങ്കേതിക രൂപകൽപ്പനാ വിഭാഗങ്ങളിലെ സഹപ്രവർത്തകർക്ക് കൊടുക്കുക, അവരുടെ വ്യക്തിപരമായ നിർദ്ദേശങ്ങളെക്കുറിച്ച് കണിശമായ കുറിപ്പുകൾ തയ്യാറാക്കുക എന്നിവ ഞാൻ ഒരിക്കലും തെറ്റാത്ത പതിവാക്കി. ഈ രീതി വിസ്മയകരമാം വിധം നന്നായി ഫലിച്ചു. യൂറോപ്പിൽ ഇതേ പണി ചെയ്തിരുന്നവർ 3 വർഷം കൊണ്ട് കിണഞ്ഞു നേടിയത് ഞങ്ങൾ ഒരൊറ്റ വർഷം കൊണ്ട് കരസ്ഥമാക്കിയെന്ന് പുരോഗതി വിലയിരുത്തൽ വേളയിൽ പ്രൊഫസർ കുര്യൻ സാക്ഷ്യപ്പെടുത്തി. അധികാര ശ്രേണിയിൽ മുകളിലും കീഴിലുമുള്ളവരുമായി ചേർന്ന് ഓരോരുത്തരും ജോലിയെടുത്തതാണ് ഞങ്ങളുടെ ഗുണവശം എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. സംഘം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്നൊരു ചിട്ട തന്നെ ഞാൻ വച്ചിരുന്നു. സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വന്നുവെങ്കിലും ഇത് അനിവാര്യമാണെന്ന് കരുതി. ഒരു നേതാവിൻ്റെ മികവ് എത്രത്തോളം ഉണ്ടാകും? പ്രോജക്റ്റിലെ പൂർണ്ണ പങ്കാളികൾ എന്ന നിലയിൽ തൻ്റെ സഹപ്രവർത്തകർ കാണിക്കുന്ന സമർപ്പണ മനോഭാവം, ആത്മാർത്ഥത എന്നിവയേക്കാൾ ഒട്ടും കൂടുതലാവുകയില്ല. അത് കൊച്ചു കൊച്ചു വിജയങ്ങൾ, അനുഭവങ്ങൾ, സത്ഫലങ്ങൾ എന്നിങ്ങനെ ഏത് നിസ്സാര കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കാൻ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. ഇതിന് എൻ്റെ സമയവും കഴിവുമെല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്നത് തികച്ചും ഉചിതമാണെന്ന് ഞാൻ കരുതി. ആ പ്രതിജ്ഞാബദ്ധതയ്ക്കും സംഘചൈതന്യത്തിനും വിലയായി നൽകേണ്ടി വന്ന ചെറിയൊരു കാര്യം മാത്രമായിരുന്നു സഹപ്രവർത്തനത്തിലുള്ള വിശ്വാസം. എൻ്റെ ആ ചെറിയ സംഘത്തിൽ നല്ല നേതൃത്വശേഷിയുള്ള പലരെയും ഞാൻ കണ്ടെത്തി. ഏത് തലത്തിലെ നേതാക്കൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പഠിച്ച സുപ്രധാനമായൊരു മാനേജ്മെൻറ്റ് പാഠമായിരുന്നു അത്. ഇതിനകം ഡയമണ്ടിൻ്റെ വ്യോമഘടനയ്ക്കൊത്ത വിധം SLVയുടെ 4-ാം ഘട്ടത്തെ ഞങ്ങൾ പുതുക്കിയിരുന്നു. 400 മില്ലിമീറ്റർ വ്യാസവും 250 കിലോഗ്രാം ഭാരവുമുള്ള ഒരു ഘടനയിൽ നിന്ന് 650 മില്ലിമീറ്റർ വ്യാസവും 600 കിലോഗ്രാം ഭാരമുള്ള മറ്റു ഘടനയാക്കി ഞങ്ങൾ അതിനെ മാറ്റി. അങ്ങനെ 2 വർഷം നീണ്ട തപസ്യയുടെ അന്ത്യത്തിൽ സാങ്കേതിക വിദ്യ CNESന് കൈമാറാൻ തയ്യാറെടുക്കുമ്പോൾ ഫ്രഞ്ചുകാർ തങ്ങളുടെ ഡയമണ്ട് ബിസി പരിപാടിയുടെ പൊടുന്നനെ ഉപേക്ഷിച്ചു. ഞങ്ങൾ തയ്യാറാക്കിയ 4-ാം ഘട്ടം തങ്ങൾക്കിനി ആവശ്യമില്ലെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. എനിക്ക് വലിയൊരു ആഘാതമായിരുന്നു അത്. ഡെറാഡൂണിൽ വെച്ച് വ്യോമസേനയിൽ ചേരാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോഴും ബാംഗ്ലൂരിൽ ADEയിൽ വെച്ച് നന്ദി പ്രോജക്റ്റ് പാളിയപ്പോഴും തോന്നിയ അതേ ഇച്ഛാഭംഗം എന്നെ ബാധിച്ചു. ഡയമണ്ട് റോക്കറ്റിലേറ്റി പറത്താൻ അനുയോജ്യമാക്കാൻ 4-ാം ഘട്ടത്തിൻ്റെ രൂപകൽപ്പനയിൽ ഞാൻ വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുകയും ഏറെ പ്രയത്നം നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം മറ്റ് 3 ഘട്ടങ്ങളുടെ വികസനം കുറഞ്ഞത് 5 വർഷമെങ്കിലും അകലെയായിരുന്നു. റോക്കറ്റിൻ്റെ കുതിപ്പ് സംബന്ധമായ ഗവേഷണങ്ങൾ പൂർത്തിയാക്കാൻ ഭീമമായ ജോലികൾ ചെയ്യേണ്ടിയിരുന്നു എന്നതാണ് അതിന് കാരണം. ഏതായാലും ഡയമണ്ട് BC മുതലുണ്ടായ ഇച്ഛാഭംഗം എന്നെ ദീർഘകാലത്തേക്ക് അലട്ടിയില്ല. എന്തൊക്കെയായാലും ഈ പ്രോജക്റ്റിനെ ഞാൻ ശരിക്കും ആസ്വദിച്ചിരുന്നു. തക്ക സമയത്ത് തന്നെ ഡയമണ്ട് ബിസി 4-ാം ഘട്ടം എന്നെ സൃഷ്ടിച്ച ശൂന്യത നികത്താൻ എന്നവണ്ണം റാറ്റോ എത്തി. റാറ്റോ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ SLVയും സാവകാശം രൂപം കൊണ്ടു തുടങ്ങിയിരുന്നു. ഇപ്പോഴേക്കും ഒരു വിക്ഷേപണ വാഹനത്തിൻ്റെ എല്ലാ പ്രധാന സംവിധാനങ്ങൾക്കും വേണ്ട ശേഷി തുമ്പെ സജ്ജമായി. തങ്ങളുടെ അതുല്യമായ പ്രവർത്തന മികവിലൂടെ വസന്ത് ഗോവാരിക്കർ, MR കുറുപ്പ്, മുത്തുനായകം എന്നിവർ ടേൽസിനെ റോക്കറ്റ് മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരുക്കി. നല്ല പ്രവർത്തന സംഘത്തെ വാർത്തെടുക്കുക എന്ന കലയിൽ
തികച്ചും ഒരു മാതൃകാ പുരുഷനായിരുന്നു പ്രൊഫസർ സാരാഭായ്. ഒരു സന്ദർഭത്തിൽ SLVക്ക് വിദൂര കൽപ്പനകൾ നൽകാൻ കൽപ്പുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിയെ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. അതിന് അനുയോജ്യരായ 2 വ്യക്തികൾ അന്നുണ്ടായിരുന്നു. പരിചയസമ്പന്നനും വിദഗ്ധനുമായ UR റാവുവും പരീക്ഷണ നിപുണരെന്നെങ്കിലും അത്രയ്ക്കൊന്നും അറിയപ്പെടാത്ത G മാധവൻ നായരും. മാധവൻ നായരുടെ അർപ്പണബോധത്തിലും കഴിവുകളിലും എനിക്ക് അഗാധമായ മതിപ്പുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യത കുറവാണ് എന്നായിരുന്നു ഞാൻ കരുതിയത്. ഒരിക്കൽ തൻ്റെ പതിവ് സന്ദർശനം നടത്തുകയായിരുന്ന പ്രൊഫസർ സാരാഭായ് അന്ന് മാധവൻ നായർ താൻ കരുതിക്കൂട്ടി സജ്ജമാക്കിയതല്ലെങ്കിലും തികച്ചും ആശയയോഗ്യമായ ഒരു വിദൂര കൽപ്പന നൽകൽ സംവിധാനം ധൈര്യപൂർവ്വം അദ്ദേഹത്തിന് മുൻപിൽ പ്രവർത്തിപ്പിച്ചു. പരിചയസമ്പന്നനായ ഒരു വിദഗ്ധന് പകരം ഈ യുവ ഗവേഷകത്തിലെടുക്കാൻ പ്രൊഫസർ സാരാഭായിക്ക് അതേസമയം വേണ്ടി വന്നില്ല. മാധവൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറം പോകുക കൂടി ചെയ്തു. ഈ ശാസ്ത്രജ്ഞൻ പിന്നീട് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ PSLV പ്രോജക്റ്റ് ഡയറക്ടറായി. SLVയെയും മിസൈലിനെയും മച്ചുരന്മാരായി കണക്കാക്കാം. രൂപസങ്കല്പത്തിലും ഉദ്ദേശ്യത്തിലും തികച്ചും വ്യത്യസ്തമാണെങ്കിലും ഇരുവരും റോക്കറ്റ് വിദ്യയിലെ ഏകകുലജാതരാണ്. അക്കാലത്ത് ഹൈദരാബാദിലെ DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറി ഒരു വൻ മിസൈൽ വികസന പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. ഭൂതലത്തിൽ നിന്നും ആകാശത്തിലേക്ക് തൊടുത്തുവിടാവുന്ന ഈ മിസൈൽ വികസന പദ്ധതി ചൂടുപിടിച്ചതോടെ മിസൈൽ സമിതി യോഗങ്ങളും ഗ്രൂപ്പ് ക്യാപ്റ്റൻ നാരായണനുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചകളും ഏറി വന്നു. പ്രൊഫസർ സാരാഭായി 1968 തൻ്റെ പതിവ് സന്ദർശനത്തിലൊരിക്കൽ തുമ്പയിലെത്തി. റോക്കറ്റുകളുടെ അഗ്രഭാഗമായ നോസ്കോണിനെ തള്ളുവാനുള്ള സംവിധാനം ഞങ്ങൾ അദ്ദേഹത്തിന് കാട്ടിക്കൊടുത്തു. ഞങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ പ്രൊഫസർ സാരാഭായിയുടെ പങ്കുവയ്ക്കുവാൻ എന്നത്തെയും പോലെ ഉത്സുകരായിരുന്നു അന്നും ഞങ്ങൾ. ഒരു സമയനിർണയ പരിപഥം വഴിയുള്ള അതിൻ്റെ ജ്വലന സംവിധാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ ബട്ടണമർത്തി. പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ആകപ്പാടെ സ്തബ്ധരായി. സമയനിർണയിനി രൂപകൽപ്പന ചെയ്ത് സംയോജിപ്പിച്ച പ്രമോദ് കാലയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഇതിനിടയിലും ഞൊടിയിട കൊണ്ട് ഞങ്ങളെല്ലാവരും മനസ്സിൽ പരാജയ കാരണം വിശദീകരണം ചെയ്യുകയായിരുന്നു. ഏതാനും മിനിറ്റുകൾ ക്ഷമിക്കാൻ ഞങ്ങൾ പ്രൊഫസർ സാരാഭായിയോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് സമയനിർണയിനി അഴിച്ചു മാറ്റി ജ്വലന സംവിധാനത്തിലേക്ക് നേരിട്ട് ബന്ധം നൽകി. അദ്ദേഹം വീണ്ടും ബട്ടണമർത്തിയപ്പോൾ ജ്വലനം നടക്കുകയും അഗ്രഭാഗം കുതിക്കുകയും ചെയ്തു. സാരാഭായി കാലയെയും എന്നെയും അഭിനന്ദിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനോവിചാരങ്ങൾ മറ്റെങ്ങോ ആണെന്ന മുഖഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടിയില്ല. ഏതായാലും ഈ ആകാംക്ഷ അധികം നീളം മുൻപേ പ്രൊഫസർ സാരാഭായിയുടെ സെക്രട്ടറിയുടെ ഫോൺ എനിക്ക് കിട്ടി. ഒരു അത്യാവശ്യ ചർച്ചയ്ക്കായി ഇന്ന് രാത്രി അത്താഴത്തിന് ശേഷം അദ്ദേഹത്തെ ചെന്ന് കാണുക. തിരുവനന്തപുരത്തുള്ളപ്പോൾ തൻ്റെ പതിവ് വാസസ്ഥലമായ കോവളം പാലസ് ഹോട്ടലിലാണ് പ്രൊഫസർ സാരാഭായി അന്നും തങ്ങിയിരുന്നത്. കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് ലേശം പരിഭ്രമമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സ്വതസിദ്ധമായ ഊഷ്മളതയോടെ തന്നെയാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത്. എന്നിട്ട് അദ്ദേഹം വിക്ഷേപണത്തറകൾ, റഡാർ, ബ്ലോക്ക് ഹൗസ്, വിദൂര മാപിനികൾ തുടങ്ങിയ സംവിധാനങ്ങളാൽ പൂർണ്ണസജ്ജമായ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു. ഇന്ന് ഇവയൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അന്ന് രാവിലെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം എടുത്തിട്ടു. അതുതന്നെയായിരുന്നു ഞാനും ഭയപ്പെട്ടിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാകുമെന്ന ആശങ്ക അസ്ഥാനത്തായി. ആ സംവിധാനത്തിൻ്റെ പരാജയ കാരണം തൻ്റെ കീഴ്ജീവനക്കാരുടെ അറിവില്ലായ്മയോ കഴിവില്ലായ്മയോ നിയന്ത്രണ സംവിധാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയോ ആണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. പകരം അദ്ദേഹം ചോദിച്ചത് വേണ്ടത്ര വെല്ലുവിളിയില്ലാത്ത ആ ജോലിയിൽ ഏർപ്പെട്ട് ഞങ്ങൾക്ക് വിരസത ബാധിച്ചുവോ എന്നായിരുന്നു. ഞാൻ ശരിക്കും മനസ്സിലാകാത്ത വല്ല പ്രശ്നവും എൻ്റെ ജോലിയെ ബാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അവസാനം അദ്ദേഹം പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു. വിവിധ റോക്കറ്റ് ഘട്ടങ്ങളുടെയും സംവിധാനങ്ങളുടെയും സുഗമമായ സംയോജനം നടത്താൻ നമുക്കൊരു പൊതു മേൽക്കൂരയില്ല. വൈദ്യുതി സംബന്ധമായതും ഘടനാപരവുമായ സംയോജന പ്രക്രിയകൾ വളരെ നീണ്ട സ്ഥലകാല വ്യത്യാസത്തിലാണ് നടന്നിരുന്നത്. ഇവയെ ഒന്നിച്ചു കൊണ്ടുവരാൻ കാര്യമായ പ്രയത്നമൊന്നും ഉണ്ടായിരുന്നുമില്ല. പിന്നീട് അടുത്ത 1 മണിക്കൂർ കൊണ്ട് പ്രൊഫസർ സാരാഭായി ഞങ്ങളുടെ കർമ്മപഥങ്ങളെ പുനർനിർണയിച്ചു. അങ്ങനെ ആ രാത്രിയുടെ അന്ത്യമായപ്പോൾ റോക്കറ്റ് എഞ്ചിനീയറിംഗിന് മാത്രമേ ഒരു വിഭാഗം സ്ഥാപിക്കുക എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ശരിയായ ലക്ഷ്യപ്രാപ്തിയെ താമസിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാൻ പിശകുകൾക്ക് കഴിയും. പക്ഷേ പ്രൊഫസർ സാരാഭായിയെ പോലുള്ള ഒരു ദാർശനികന് അത്തരം തെറ്റുകളെ നവീകരണത്തിനുള്ള അവസരങ്ങളായോ പുതിയ ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള സന്ദർഭങ്ങളായോ മാറ്റുവാൻ കഴിവുണ്ട്. സമയനിർണയിനിയിൽ ഉണ്ടായ പിശകിനെക്കുറിച്ച് വ്യാകുലപ്പെടാനോ
ആരെയെങ്കിലും പഴിചാരാനോ അദ്ദേഹം മെനക്കെട്ടില്ല. പ്രത്യുത അത്തരം തെറ്റുകൾ തികച്ചും സ്വാഭാവികവും തിരുത്താൻ കഴിയുന്നവയുമാണ് ധാരണയിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുമ്പോഴാണല്ലോ പ്രതിഭകൾ വെളിപ്പെടുക. തെറ്റുകളെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവയെ മുൻകൂട്ടി തന്നെ കാണുകയാണെന്ന് ഞാൻ പിന്നീട് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി. ഈ സമയനിർണയിനിയുടെ പരാജയം തികച്ചും നൂതനമായ റോക്കറ്റ് സാങ്കേതിക വിദ്യാ പരീക്ഷണശാലയുടെ പിറവിക്ക് കളമൊരുക്കുകയാണുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.